നിപ്പയിൽ ജാഗ്രത തുടർന്ന് കേരളം. കേന്ദ്ര സംഘം മലപ്പുറത്ത്. നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ ശ്രമം. രാവിലെ 9 മണിക്ക് അവലോകന യോഗം ചേർന്നു. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നു. റിയാസ്, കേന്ദ്ര സംഘം മലപ്പുറത്ത് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് അവരുടെ നീക്കങ്ങൾ? ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? ഫിജി, കേന്ദ്ര സംഘം മലപ്പുറത്തല്ല, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എത്തിയിട്ടുള്ളത്. കേന്ദ്ര സംഘം എത്തി. അവർ ഇവിടെയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ മുറിയിലെത്തി അവർ പ്രിൻസിപ്പളുമായി ചർച്ച നടത്തി. ഈ കുട്ടിയുടെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് ചികിത്സ സംബന്ധിച്ച. അതിനുശേഷം ഈ നിപ്പ ഒരു അവലോകന യോഗം ഇപ്പോൾ ചേരും. നിപ്പ ഹാളിലാണ് യോഗം ചേരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ അവർ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. സംഘം 4 ശാസ്ത്രജ്ഞരും 2 സാങ്കേതിക വിദഗ്ധരുമാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ നിപ്പ സംബന്ധിച്ച ഒരു അവലോകന യോഗം ചേരും. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ പൂനെയിൽ നിന്നുള്ള ലാബോറട്ടറി സംവിധാനം എത്തുന്നുണ്ട്. BSL-3 സംവിധാനമുള്ള ഇതാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിപ്പ സംബന്ധിച്ച വൈറോളജി ടെസ്റ്റ് അത് എളുപ്പത്തിലാകും എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ പൂനെയിലേക്ക് സാമ്പിളുകൾ അയക്കേണ്ടി വരില്ല. അതുകൂടി പരിശോധിച്ച ശേഷം ഒരുപക്ഷെ നാളെ മാത്രമാണ് ഈ സംഘം മലപ്പുറത്തേക്ക് ഉണ്ടാവുക എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് സംഘം കേരളത്തിലെത്തിയത്, കോഴിക്കോടെത്തിയത്. അതിനുശേഷം അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി പ്രിൻസിപ്പളെ ആദ്യം കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അവർ കാണുകയാണ്. ഈ കുട്ടിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ, ചികിത്സ സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. നിപ്പയുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളും മലപ്പുറം കേന്ദ്രീകരിച്ച് വളരെ സജീവമായി നടക്കുകയാണ്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളാണ് ഈ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിക്കൊണ്ട് നടക്കുന്നത്. അവിടെ +2 അലോട്ട്മെന്റിന് നിയന്ത്രിതമായ രീതിയിൽ അനുമതി നൽകിയിട്ടുമുണ്ട്. കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ് അത് അനുമതി നൽകിയിട്ടുള്ളത്. മറ്റ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ ശക്തമായി തുടരുകയാണ്. ഫിജി, ഇപ്പോൾ എങ്ങനെയാണ് രോഗാവസ്ഥ, സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഒരു കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം പുറത്തിരുന്നു. മറ്റ് ഇപ്പോൾ രോഗം പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അതായത് നിപ്പയുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. പഞ്ചായത്തുകൾ, ഈ 2 പഞ്ചായത്തുകൾ, പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് പൂനെയിൽ നിന്നുള്ള ലാബോറട്ടറി സംവിധാനം ഇവിടത്തേക്ക് എത്തിക്കുന്നത്. അത് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമാക്കിയ ശേഷം മാത്രമായിരിക്കും ഈ സംഘം, പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള സംഘം മലപ്പുറത്ത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ICMR സംഘം പോവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി റിയാസ്. ആരോഗ്യരംഗത്ത് കേരളത്തിന് പുതിയ നേട്ടം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച തിക്കോടിയിലെ 14-കാരന് രോഗമുക്തി. ഇന്ത്യയിൽ ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചയാൾക്ക് രോഗമുക്തി ഉണ്ടാകുന്നത്. 14-കാരൻ ഇന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ്